താരസംഘടനയിൽ വീണ്ടും പ്രതിസന്ധി. ശ്വേതാ മേനോൻ അടക്കമുള്ള ഭരണസമിതി അംഗങ്ങൾ ഇതുവരെ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചിട്ടില്ല. അഡ്ഹോക് കമ്മിറ്റിയുടെ നിലനിൽപ്പിന് നിയമപരമായ പ്രതിസന്ധിയുണ്ടാക്കും ഈ സാഹചര്യം. ജൂൺ 21 നടന്ന ജനറൽ ബോഡി യോഗത്തിലുണ്ടായ രൂക്ഷമായ തർക്കങ്ങൾക്കൊടുവിലാണ് ശ്വേതാ മേനോൻ താൻ പദവി ഒഴിയുകയാണെന്ന് പ്രഖ്യാപിച്ചത്. ഭരണസമിതിയിലെ 17 പേരും രാജിവെക്കുമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഇത് വൈകാരികമായ പ്രതികരണം മാത്രമായിരുന്നുവെന്നും സംഘടനയുടെ ബൈലോ പ്രകാരമുള്ള ഔദ്യോഗിക നടപടികൾ അവർ പൂർത്തിയാക്കിയിട്ടില്ല എന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നിലവിലുള്ള ഭരണസമിതി രാജിവെക്കാത്ത സാഹചര്യത്തിൽ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചത് ബൈലോയ്ക്ക് വിരുദ്ധമാണെന്ന് ഒരു വിഭാഗം അംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. 9 അംഗ അഡ്ഹോക് കമ്മിറ്റിയാണ് രൂപീകരിച്ചിരുന്നത്. കെ.ബി. ഗണേഷ് കുമാർ, സുരേഷ് കൃഷ്ണ, സാധിക്, ഡോക്ടർ റോണി, കൃഷ്ണപ്രഭ, ആശ അരവിന്ദ്, ഷാജോൺ, ദേവിചന്ദന എന്നിവരാണ് അഡ്ഹോക് കമ്മിറ്റി അംഗങ്ങൾ. ശ്വേത ഉൾപ്പെടെ ആരും രാജി തന്നിട്ടില്ല എന്നതാണ് ഇപ്പോൾ രമേശ് പിഷാരടി പറയുന്നത്. ശ്വേത അടക്കമുള്ള ആളുകളുടെ രാജി ഔദ്യോഗികമായി നമുക്ക് ലഭിച്ചിട്ടില്ല. കാരണം അവർ അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. ഇന്നാണ് ഞങ്ങൾക്ക് മെയിലിന്റെ ഉൾപ്പെടെയുള്ള ആക്സസ് കിട്ടിയത്. അപ്പോൾ ഈ മെയിലിൽ ഇങ്ങനെ ഒരു രാജിക്കത്ത് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജനറൽ സെക്രട്ടറിയായ കുക്കു പരമേശ്വരൻ പറഞ്ഞത് ഇന്നലെ വരെ അത്തരത്തിലുള്ളൊരു രാജിക്കത്ത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഔദ്യോഗികമായി ഞങ്ങൾക്കും കിട്ടിയിട്ടില്ല. പക്ഷെ അവർ പ്രഖ്യാപിച്ച് പോവുകയാണ് ഉണ്ടായത്. പൊതുസമൂഹത്തെ ഉൾപ്പെടെ ശ്വേതയും കൂട്ടരും പറ്റിച്ചെന്നായിരുന്നു കെ.ബി. ഗണേഷ് കുമാറിന്റെ ഇതിലുള്ള വിമർശനം. ഈ കമ്മിറ്റിയിൽ വന്നു എന്ന് പറയുന്ന ഭയങ്കര ഒരു കാര്യമായിട്ട് കരുതരുതായിരുന്നു പ്ലീസ്. അതിനെക്കാളും വലിയ സ്ഥാനങ്ങളിലേക്ക് ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ മാധ്യമങ്ങളെ കൊണ്ട് ഹെഡ്ലൈനിൽ ഞാൻ രാജിവെച്ചു എന്ന് പറഞ്ഞ ആളാകുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം മാധ്യമങ്ങൾ അവരോട് ചോദിക്കണം, ഞങ്ങളോടല്ല ചോദിക്കണം. നിങ്ങൾ ഞങ്ങളെ മാധ്യമങ്ങളെ പറ്റിച്ചില്ലേ, കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ചില്ലേ എന്ന് അവരോട് ചോദിക്കും. അത് അന്തസ്സാണോ? ഈ മാധ്യമങ്ങളെ മുഴുവൻ വിളിച്ച് കൂട്ടി അവരെ ഞാൻ രാജിവെക്കുന്ന പ്രാഥമിക അംഗത്തിൽ നിന്ന് പോയി എന്നൊരാൾ പറയണം. ആ ആൾ തന്നെ ഞാൻ രാജിവെച്ചിട്ടില്ല എന്ന് പറയാം. അന്ന് പറയണം, ഞാൻ എന്റെ രാജി പിൻവലിച്ചെന്ന് പിറ്റേ ദിവസം പറയണം, അല്ലാതെ ഇന്നാണ് പറഞ്ഞത്. അത് മോശമല്ലേ? അപ്പൊ നിങ്ങളെ ആരാണ്, ഈ ജനങ്ങളെ ഈ മാധ്യമങ്ങളെ ആരാണ് പറ്റിയത്? ഞങ്ങളാണോ? ഇത് എന്താ തമാശ കളിയാണോ? കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞിട്ട് മാറി പറയുന്ന തമാശ കളിയാണോ? ഇല്ല, പറഞ്ഞോന്നറിയില്ല. ഇവര് പഠിച്ചു പറഞ്ഞു എന്നാണ് പറഞ്ഞത്. രാജി തന്നിട്ടില്ല എന്നുള്ള ശരിയാണ്. പക്ഷെ അന്ന് രാജിവെച്ചു എന്ന് പറഞ്ഞ കാര്യം ജനറൽ ബോഡിയിലും പറഞ്ഞു. അത് നിങ്ങൾക്ക് ഒരു ആവശ്യമുണ്ടോ? രാജിവെച്ചു എന്ന് ഞങ്ങളോടാന്ന് പറഞ്ഞു, എന്നോടല്ല പറഞ്ഞു. കെ.ബി. ഗണേഷ് കുമാർ അങ്ങേയറ്റം പരിഹാസം കലർന്ന വാക്കുകളിലൂടെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. രാജിവെച്ചില്ല എന്ന് പറഞ്ഞു എന്ന് പറയുന്നു. പക്ഷേ ഔദ്യോഗികമായ ആ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അമ്മയ്ക്ക് രാജിക്കത്ത് ലഭിച്ചിട്ടില്ല ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം. ജൂൺ 21 രാജി വെക്കുന്നു എന്ന പ്രഖ്യാപനം ജനറൽ ബോഡി യോഗത്തിന് ശേഷം ശ്വേത മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തുന്നത്. അതിവൈകാരികമായാണ് അന്ന് ശ്വേതാ മേനോൻ പ്രതികരിച്ചിരുന്നത്. അതിലാണ് ഇപ്പോൾ ഈ പ്രതികരണം വരുന്നത്. രാജി ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ല എന്നത് ചൂണ്ടിക്കാട്ടിയാണ് അഡ്ഹോക് കമ്മിറ്റിയുടെ ചുമതലയുള്ള രമേശ് പിഷാരടിയും ഗണേഷ് കുമാറും പ്രതികരിച്ചിരിക്കുന്നത്. നവമി ദിനേശ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. നവമി, വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് താരസംഘടന AMMA എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റി പ്രഖ്യാപിക്കുകയും അതിന്റെ ചുമതല ബന്ധപ്പെട്ടവർക്ക് നൽകുകയും ചെയ്തു. പക്ഷേ ഭരണസമിതി ഒഴിയാത്തതുകൊണ്ട് തന്നെ അവർക്ക് പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. രാജിയിൽ കൂടുതൽ വ്യക്തതയുണ്ടാകാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. ഗണേഷ് കുമാറിന്റെ വാക്കുകൾ വെച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ ശ്വേത രാജി വെച്ചിട്ടില്ല എന്ന് പറയുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഒരു നിലപാടുണ്ടോ ശ്വേതയ്ക്ക്? അത് പുറത്തേക്ക് വന്നിട്ടുണ്ടോ? എന്താണ് അമ്മയിലെ പുതിയ പ്രതിസന്ധി? ഏത് തലത്തിലെത്തി നിൽക്കുന്നു അത്? രേണുക, ഈ ശ്വേതാ മേനോൻ അന്ന് അമ്മ ജനറൽ ബോഡി കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ താൻ അമ്മ സംഘടനയിൽ നിന്നടക്കം രാജിവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പുറത്തേക്ക് പോയത്. അതിനുശേഷം അവർ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിരുന്നെങ്കിൽ പോലും പിന്നീട് അത് മാറ്റിവെക്കുന്ന സാഹചര്യമായിരുന്നു. നമുക്കറിയാം, ഈ ശ്വേതാ മേനോനെതിരെ പിന്നീട് 5 പരാതി നൽകുന്നു. അങ്ങനെ പലതരത്തിലുള്ള ശ്വേതാ മേനോനെ പിന്തുണച്ചുകൊണ്ട് മല്ലിക സുകുമാരൻ സംഘടനയിൽ നിന്ന് രാജിവെക്കുന്നു, ലക്ഷ്മിപ്രിയ രാജിവെക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള രാജികൾ നമ്മൾ കണ്ടതാണ്. പക്ഷെ ശ്വേതാ മേനോന് പറയാനുള്ളത് എന്താണെന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. അവർ മാധ്യമങ്ങളെ കണ്ടിട്ടില്ല. ഇന്നിപ്പോൾ അഡ്ഹോക് കമ്മിറ്റി യോഗം ചേർന്നപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരുന്നത്. അവർ പറയുന്നതനുസരിച്ച് രാജി സമർപ്പിച്ചിട്ടില്ല. അതായത് ശ്വേതാ മേനോൻ അടക്കമുള്ള ഭരണസമിതി നിലവിൽ രാജി സമർപ്പിച്ചിട്ടില്ല. അന്ന് ജനറൽ ബോഡിയിൽ നിന്നും രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്നതല്ലാതെ ഔദ്യോഗികമായിട്ടുള്ള രാജി സമർപ്പണം നടന്നിട്ടില്ല. അത് അങ്ങനെയാണെങ്കിൽ അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനത്തെ അത് നിയമപരമായി പ്രതിസന്ധിയിലാക്കുന്ന ഒരു ഘട്ടത്തിലേക്കായിരിക്കും പോകുന്നത്. മുൻ ഭാരവാഹികൾ പലരും യോഗത്തിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അമ്മ ഓഫീസിൽ
അഡ്ഹോക് കമ്മിറ്റി യോഗം കഴിഞ്ഞതിന് ശേഷമാണ് പിഷാരടി നേരത്തെ നമ്മൾ കേട്ടതുപോലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ളവർ ആരും തന്നെ രാജി തന്നിട്ടില്ല. രാജി പ്രഖ്യാപിച്ചവർ തന്നെ അതിനെക്കുറിച്ച് വിശദീകരിക്കട്ടെ എന്ന് പറയുന്നു. ഗണേഷ് കുമാറും അത് പരിഹാസ രൂപേണയാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഇനിയിപ്പോൾ കോടതിയിൽ പോയാൽ അപ്പോൾ കാണാമെന്ന് കൂടി ഗണേഷ് കുമാർ പറയുന്നുണ്ട്. ജനറൽ ബോഡിയാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. ജനറൽ ബോഡിയാണ് തങ്ങളെ ഇക്കാര്യങ്ങൾ അഡ്ഹോക് കമ്മിറ്റി ചുമതല ഏൽപ്പിച്ചതെന്ന് കൂടിയാണ് അവർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇനി ഇതിൽ ശ്വേതാ മേനോൻ അടക്കമുള്ളവർ എന്തുകൊണ്ടാണ് രാജി സമർപ്പിക്കാൻ വൈകുന്നതെന്നാണ് ഉറ്റുനോക്കുന്നത്. നിലവിൽ ആരുടെയും പ്രതികരണം ലഭ്യമായിട്ടുമില്ല. നവമി, ഇതിൽ കൃത്യമായ നിലപാടാണ് അന്ന് ശ്വേതാ മേനോൻ പറഞ്ഞത്. ചട്ടുകമാകാൻ തനിക്ക് പറ്റില്ല, അതുകൊണ്ട് നിൽക്കാൻ ഇനി തുടർന്നു പോകാൻ പറ്റില്ല എന്ന് ശ്വേത പറയുന്നുണ്ടായിരുന്നു. 42 ദിവസത്തെ സമയം ജനറൽ ബോഡിയിൽ ശ്വേത ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്താൻ തേടിയിരുന്നു. പക്ഷേ അതുപോലും നൽകാതെയാണ് അവരെ രാജിയിലേക്ക് തള്ളിവിട്ടത്. ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ശ്വേത മൗനം തുടരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ ഭരണസമിതിക്ക് തുടരണമെന്ന ആഗ്രഹമുണ്ടോ, അതോ അന്ന് തന്നെ പല താരങ്ങളും ഇവരെ തിരിച്ചു വിളിക്കണം, വൈകാരിക പ്രതികരണം മാത്രമാണ്, രാജിവെക്കേണ്ടത് ശ്വേതയായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ താരസംഘടനയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടോ? ഈ ഭരണസമിതി ഒഴിയരുത് എന്നാവശ്യപ്പെട്ട് അവർക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നവരുണ്ടോ? അതും ഇതിനൊരു കാരണമാണോ? ഇതിലൊരു വ്യക്തത വരാത്തതിന് കാരണമാണോ? രേണുക, നിലവിൽ ആ ഭരണസമിതിക്ക് ഇനി തുടരാൻ കഴിയില്ല. കാരണം ഭൂരിഭാഗം ആളുകളും ഈ ഭരണസമിതി രാജിവെക്കണം എന്ന് തന്നെയായിരുന്നു അഭിപ്രായപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ജനറൽ ബോഡി പുതിയൊരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കുകയും ഇനി ഉടനെ തന്നെ ഒരു തിരഞ്ഞെടുപ്പ്, അതായത് 3 മാസത്തിനുള്ളിൽ തന്നെ ഒരു തിരഞ്ഞെടുപ്പ്, ജനറൽ ബോഡി ചേർന്ന് തിരഞ്ഞെടുപ്പ് നടക്കട്ടെ എന്ന തീരുമാനത്തിലെത്തിയാണ് പിരിഞ്ഞത്. അതുകൊണ്ട് ഈ ഭരണസമിതിക്ക് എനിക്ക് ഇനി തുടരാൻ കഴിയില്ല. ഇനിയുള്ളത് ഇവര് ഇനി ഒരു ഔദ്യോഗികമായിട്ടൊരു രാജിക്കത്ത് സമർപ്പിക്കുക എന്നതാണ്. അതിന് മാത്രമാണ് ഇപ്പോൾ കാലതാമസമുള്ളത്. എന്തായാലും ഇനി ചിലപ്പോൾ ഉടനെ തന്നെ, അതായത് ഇപ്പോൾ മാധ്യമങ്ങളിൽ വന്ന് ഇത്തരത്തിലുള്ള പ്രതികരണമൊക്കെ പിഷാരടി അടക്കമുള്ളവർ നടത്തിയതിന് പിന്നാലെ ഇനിയിപ്പോൾ ഒരു രാജി സമർപ്പണം ഉടനെ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ശ്വേതാ മേനോൻ ഇതിൽ പ്രതികരണം ഒന്നും നടത്തിയിട്ടില്ല. മാധ്യമങ്ങളോട് സംസാരിക്കാൻ ഇതുവരേക്കും തയ്യാറായിട്ടില്ല. ഒരു പത്രസമ്മേളനം നടത്തുമെന്ന് പറഞ്ഞതല്ലാതെ പത്രസമ്മേളനം നടത്തി കമ്മിറ്റിയിൽ, അതായത് ഇത്രയും നാളത്തെ ഈ കണക്കുകൾ ഇതെല്ലാം തന്നെ കൃത്യമായി തന്നെ കണക്കുകളെല്ലാം മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും. തങ്ങൾ യാതൊരു വിധത്തിലെ കള്ളത്തരവും ഇതിൽ ചെയ്തിട്ടില്ല എന്ന് തന്നെയായിരുന്നു ശ്വേതാ മേനോൻ അടക്കമുള്ളവർ പറഞ്ഞത്. പക്ഷേ അതിനുശേഷം എന്താണ് മാധ്യമങ്ങളെ കാണാത്തത് എന്നതിൽ വ്യക്തത വന്നിട്ടുമില്ല. ഇതിൽ നവമി, ഒരു പക്ഷേ ആ വാർത്താ സമ്മേളനത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ശ്വേത എന്ന് വേണം മനസ്സിലാക്കാൻ. 26-ന് ഇവർ മാധ്യമങ്ങളെ കാണും എന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ആ വാർത്താ സമ്മേളനം നടന്നില്ല. ഈ റിപ്പോർട്ടിൽ വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഫണ്ടുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ആരോപണങ്ങൾ, അതിൽ വ്യക്തത വരുത്താൻ ഈ കമ്മിറ്റിക്ക് പറ്റാത്ത, ഭാരവാഹികൾക്ക് പറ്റാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിലൊരു വ്യക്തത വരുത്തുക എന്നതായിരിക്കുമോ ഉദ്ദേശിക്കുന്നത്? അതുവരെ ഈ താരസംഘടനയെ ഒന്ന് ഈ നിലയിൽ നിർത്തുക എന്ന് വെച്ചാൽ ഈ അനിശ്ചിതത്വത്തിൽ നിർത്തുക എന്നതുകൂടി അവർ ഉദ്ദേശിക്കുന്നുണ്ടാകുമോ? 26-ാം തീയതി മാധ്യമങ്ങളെ കാണുമെന്നായിരുന്നു ശ്വേതാ മേനോനും ലക്ഷ്മിപ്രിയ അടക്കമുള്ളവർ പറഞ്ഞത്. പിന്നീട് അത് ശ്വേതാ മേനോന്റെ ആരോഗ്യ പ്രശ്നം കാരണം അത് മാറ്റിവെക്കുകയായിരുന്നു. തുടർന്ന് ഒരു അപ്ഡേഷൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ അവതരിപ്പിക്കുമെന്നല്ലോ മാധ്യമങ്ങളെ കാണുമെന്ന് എന്നതിൽ ഒരു കാര്യം പോലും ശ്വേതാ മേനോനോ മറ്റാരും തന്നെ പ്രതികരിച്ചിട്ടുമില്ല. എന്താണ് ഇവർ ഇത്രയും വൈകുന്നത് എന്നതിൽ വ്യക്തതയില്ല. ഇവരുടെ പക്കൽ കൃത്യമായിട്ടുള്ള കണക്കുകൾ ഉണ്ടെന്ന് തന്നെയാണ് തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നതും. അത് യോഗത്തിലും അത് തങ്ങൾ അവതരിപ്പിച്ചതാണ്. പക്ഷേ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി തങ്ങളെ തകർക്കുക എന്നൊരു ഉദ്ദേശം മാത്രമായിരുന്നു ആ യോഗത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് ശ്വേതാ മേനോനും അന്നും വ്യക്തമാക്കിയിരുന്നത്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും താരസംഘടനയിൽ അസാധാരണമായ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഭരണസമിതി ഒഴിഞ്ഞു, പക്ഷേ അവർ രാജി നൽകിയിട്ടില്ല. അഡ്ഹോക് കമ്മിറ്റി വന്നു, പക്ഷേ അവർക്ക് ചുമതലയേൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഭരണം ഒഴിഞ്ഞ ശ്വേതയെ ഉൾപ്പെടെ പരിഹസിച്ചുകൊണ്ട് ഗണേഷ് കുമാർ, അഡ്ഹോക് കമ്മിറ്റി അംഗമായ ഗണേഷ് കുമാർ ഉൾപ്പെടെ രംഗത്ത് വരുന്ന സാഹചര്യമാണ്. വ്യക്തത വരുത്തേണ്ടത് ശ്വേതയാണ്. അവർ ഉടനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കാര്യങ്ങൾ വിശദീകരിക്കുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ പോലും അത് നീണ്ടുപോവുകയാണ്. എന്തായാലും വലിയ അനിശ്ചിതത്വമാണ് ഇപ്പോൾ താരസംഘടനയിൽ നിലനിൽക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.